തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി. PR ഏജൻസികൾ പണി തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആലോചനകൾ തുടങ്ങിയിട്ടേയുള്ളൂവെങ്കിൽ ഇവിടെ പണി പാതി വഴിയെത്തിയ ഒരു വിഭാഗമുണ്ട്: PR ഏജൻസികൾ. മുന്നണി വ്യത്യാസമില്ലാതെ ഓരോ മണ്ഡലത്തിലും മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരെ PR ഏജൻസികൾ തയ്യാറാക്കി കഴിഞ്ഞു. രണ്ടാം ഘട്ടം എന്ന നിലയിൽ സ്വീകാര്യത കൂടുതലുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥാനാർത്ഥി സാധ്യത തേടിയാണ് PR ഏജൻസികൾ സർവേ നടത്തുന്നത്. ഹരിപ്പാട്, കായംകുളം മണ്ഡലങ്ങളിൽ വിദ്യാർത്ഥിനി എന്ന വ്യാജേന വിളിച്ചാണ് സർവേ നടത്തിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയാണെന്നും സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടെന്നും അതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില വിവരങ്ങൾ ശേഖരിക്കാനാണ് വിളിച്ചതെന്നും PR ഏജൻസിയിൽ നിന്നുള്ള പെൺകുട്ടി ഒറ്റ ശ്വാസത്തിൽ പറയുന്നു. ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലാണ് ഏജൻസികൾ വിളിച്ച് വിവരങ്ങൾ തേടുന്നത്. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥിനി എന്ന വ്യാജേന വിളിച്ച പെൺകുട്ടി BLOയോട് വിവരം തേടുന്നതിന്റെ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താങ്കളുടെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് BLOയോട് ചോദിക്കുന്ന യുവതി ചെങ്ങന്നൂരാണെന്ന് മറുപടി കിട്ടുമ്പോൾ അവിടുത്തെ സാധ്യത സ്ഥാനാർത്ഥി പട്ടികയിലുള്ള വിവിധ നേതാക്കളുടെ പേരുകൾ പറയുന്നു. മന്ത്രി സജി ചെറിയാൻ, അബിൻ വർക്കി, അച്ചു ഉമ്മൻ, MD രമേശ് തുടങ്ങിയവരുടെ പേരുകളാണ് പെൺകുട്ടി പറയുന്നത്. ഇവരിൽ ആരുടെയൊക്കെ പേരുകൾ കേട്ടിട്ടുണ്ടെന്ന് പറയാനാണ് BLOയോട് ആവശ്യപ്പെടുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നും 2021 ആർക്കാണ് വോട്ട് ചെയ്തതെന്നും PR ഏജൻസി പ്രതിനിധി ചോദിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. BLOയുടെ ജാതി, സമുദായം ഏതാണെന്നും പെൺകുട്ടി ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ BLO വിശ്വാസത്തിലെടുത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. ചോദ്യങ്ങൾക്കൊക്കെ വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുന്നവരുടെ അതേ രീതിയിൽ ഒറ്റയടിക്ക് നിരവധി കാര്യങ്ങൾ പറഞ്ഞാണ് പെൺകുട്ടി ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. അതേസമയം ഇത്തരമൊരു സർവേ നടത്താൻ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഫോണിലൂടെ ആരെയും വിളിച്ച് വിവരം തേടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ് അധികൃതർ പറഞ്ഞു. ഇതോടെയാണ് വിളിച്ചത് PR ഏജൻസി പ്രതിനിധിയാണെന്ന് വ്യക്തമായത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച തുടങ്ങിയിരിക്കുകയാണ് PR ഏജൻസിയുടെ വക ഇത്തരമൊരു സർവേ. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചുമതലപ്പെടുത്തിയതാണോ എന്ന് വ്യക്തമല്ല.